ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കെല്ലാവർക്കും വേദന ഉണ്ടാക്കിയൊരു വാർത്തയായിരുന്നു. 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ഈ ഫ്രിഡ്ജിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം അതിനുണ്ടായ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും അതിനുശേഷം മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ വാർത്ത സോഷ്യൽ മീഡിയയിലേക്ക് വളരെയേറെ വൈറലായിട്ടുള്ളൊരു വാർത്തയായിരുന്നു. ഒരുപാട് പേര് ഇത് കണ്ടിട്ട് ആശങ്കപ്പെടുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണമെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഈ ഭക്ഷണം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഇത് വിഷാംശമായിട്ട് മാറുന്ന എപ്പോഴാണ് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു ഐഡിയ ഇല്ല. കാരണം എല്ലാവരും ഭക്ഷണം എന്ത് ചെയ്യും, അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്, അതെടുത്ത് കഴിക്കാറുണ്ട്, അതെടുത്ത് പാചകം ചെയ്ത് കഴിക്കാറുണ്ട്. എന്നാൽ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരാൾ ഭക്ഷണം കഴിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഭക്ഷണം എടുത്തിട്ട് നമ്മൾ കഴിച്ചതിന് ശേഷം മരണപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അത്രയേറെ ഗൗരവകരമായ രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ഫുഡ് വിഷാംശമായിട്ട് മാറുകയാണ്. ഒരു ഭക്ഷണം വിഷമായിട്ട് മാറുന്നൊരു സാഹചര്യം അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? കാരണം ഇതിനൊരു നിശ്ചിതമായിട്ടുള്ള ടൈമുണ്ട്. നമുക്കറിയാം, പാല് പുളിച്ചാൽ തൈരാവുന്നുണ്ട്. ആ പാല് പുളിക്കുന്ന ആ ഒരു ഡ്യൂറേഷൻ അതാകുമ്പോഴേക്കും അത് തൈരായിട്ട് മാറി. ഇത് രണ്ടും നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന സംഗതിയാണ്. അതേപോലെ തന്നെയാണ് ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാചകം ചെയ്തിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മാക്സിമം എന്ന് വെച്ചാൽ അതിൻ്റെ ആ ടെമ്പറേച്ചർ കുറഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് അത് വീണ്ടും എടുത്ത് അതേപോലെ ചെറുതായിട്ട് ചൂടാക്കി കഴിക്കാനും പാടില്ല. അതിന് നന്നായിട്ട് തിളപ്പിച്ച് വേണം അത് നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടത്. അതിനുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നത് ഒരു ദിവസം, മാക്സിമം അങ്ങ് ഏറ്റവും പോയി കഴിഞ്ഞാൽ 2 ദിവസം. അതിൽ കൂടുതൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഭക്ഷണങ്ങൾ കീപ്പ് ചെയ്ത് സൂക്ഷിക്കാൻ പാടില്ല. ഈ പറയുന്ന ഫ്രിഡ്ജ് എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ളൊരു ഷെൽട്ടറാണ്. ഭക്ഷണം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെൽട്ടർ, ചെറിയ ഒരു ഐറ്റം. അത് നമ്മൾ എന്ത് ചെയ്യണം, നിശ്ചിതമായിട്ടുള്ള സമയങ്ങളിൽ ആ ഡ്യൂറേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അത് ഉപയോഗപ്പെടുത്തണം, അല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് പാനീയമാണെന്നുണ്ടെങ്കിൽ ചില പാനീയങ്ങൾ നമുക്ക് വേണമെങ്കിൽ മാക്സിമം 1 വീക്ക് വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ചില പാനീയങ്ങൾ. എന്നാൽ ചില ഫുഡ് ഐറ്റംസുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രൂട്ട്സ്, അതൊക്കെ നമുക്ക് കട്ട് ചെയ്യാതെ അതേപോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 വീക്ക് വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗപ്പെടുത്താം. എന്നാൽ കട്ട് ചെയ്ത് എടുത്തേക്കുന്ന ഈ പറയുന്ന ഫ്രൂട്ട്സ് ഐറ്റംസുകൾ മാക്സിമം 1 to 3 ഡേയ്സ് ആണ്. ഒരു ദിവസം മുതൽ 3 ദിവസം വരെ മാത്രമേ ഈ കട്ട് ചെയ്യുന്ന ഈ പറയുന്ന പഴവർഗ്ഗങ്ങൾ അവിടെ സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അത് വീണ്ടും അതിൻ്റെ ചുവ വ്യത്യാസങ്ങൾ വരാറുണ്ട്, സ്വാഭാവികമാണ്. ഇനി നമ്മൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടത്, നമ്മൾ ഫ്രിഡ്ജുകളൊക്കെ സൂക്ഷിച്ച് അതിൽ ഇലക്ട്രിസിറ്റി ഓണാക്കി ഇട്ടിട്ട് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിനൊരു ടെമ്പറേച്ചറുണ്ട്. ആ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എപ്പോഴും 5-ൽ താഴെ നിൽക്കണം. 5-ന് മുകളിലോട്ട് വരുന്ന ടെമ്പറേച്ചറാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഭക്ഷണങ്ങളെ ഫ്രീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഫ്രിഡ്ജിനുണ്ടാകത്തില്ല. നമുക്കറിയാം, ഈ ഫ്രിഡ്ജിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ടൊരു ഫ്രീസറുണ്ട്. അതെന്താണ്, അത് ഫ്രീസ് ചെയ്ത് അത്രയും നല്ല തണുപ്പോട് കൂടിയിട്ട് നമുക്ക് എടുക്കാനും അത് കീപ്പ് ചെയ്ത് വെക്കാനും വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഗ്യാപ്പാണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ താഴത്തോട്ടുള്ള ഭാഗങ്ങളിൽ ഈ പറയുന്ന നിശ്ചിതമായിട്ടുള്ള ആ തണുപ്പ് കിട്ടിയാൽ മാത്രമേ ഈ പറയുന്ന ഭക്ഷണ ഐറ്റംസുകൾ നമുക്ക് കേടുപാടാതെ സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാ ഐറ്റംസുകളും ആ നിശ്ചിതമായ പരിധിക്കുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അത് ഒഴിവാക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. ഫ്രിഡ്ജ് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ബാക്ടീരിയൽ ഫംഗൽ ആയിട്ടൊക്കെ മാറുകയും അത് ടോക്സിക് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഫ്രിഡ്ജിൽ ഭക്ഷണങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത്. അത് മാത്രമല്ല, വേറൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭക്ഷണം നമ്മൾ കീപ്പ് ചെയ്ത് വയ്ക്കുന്ന ഭക്ഷണം പെട്ടെന്ന് നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞാൽ, കറണ്ട് കട്ടായി, പിന്നെ നമ്മൾ വീണ്ടും അത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതിൻ്റെ അകത്തിരിക്കുന്ന ആ തണുപ്പ് മാറി കുറഞ്ഞ് വന്നിട്ട് ഇത് കേടായിട്ട് വരും. ഇത് കേടായിട്ട് വന്നതിന് ശേഷം വീണ്ടും നമ്മൾ കറണ്ട് വരികയാണ്, അപ്പോൾ അത് ഫ്രീസ് ആവുകയാണ്. അപ്പോൾ ഈ ഓൾറെഡി കേടായിരിക്കുന്ന ഭക്ഷണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീണ്ടും എടുത്തിട്ട് കഴിക്കേണ്ട സാഹചര്യം എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധാപൂർവ്വം നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു മാറ്ററാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഇനിയൊരു അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. മാക്സിമം ഈ ഒരു വീഡിയോ മറ്റുള്ള ആൾക്കാർക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നന്ദി.